ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം, ഇവിടെ ഉള്ള ബാങ്കിങ് സംവിധാനങ്ങളെന്ന് പറയുമ്പോൾ കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. എല്ലാം പലിശാധിഷ്ഠിത ബാങ്കുകളാണ്. ബാങ്കുകളുമായി നമുക്ക് സംബന്ധിക്കുവാനുള്ള അവസരമുണ്ടാകുന്നത് തന്നെ ഇവിടെ ഉള്ള പൗരന്മാർ അവിടെ കൈവശം വെക്കാവുന്ന കറൻസി, അതിന് കൃത്യമായ ഒരു നിബന്ധനയും കണക്കുമൊക്കെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ കൈകളിൽ പണം വെക്കണമെങ്കിൽ ആ പണത്തിൻ്റെ സോഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ സോഴ്സ് കാണിക്കാൻ കഴിയാതെ വന്നതാണെങ്കിൽ, നമ്മൾ അധ്വാനിച്ച് വർഷങ്ങളായി സ്വരുക്കൂട്ടി വെക്കുന്നതാണെങ്കിൽ പോലും അത് ബ്ലാക്ക് മണിയായി, അതല്ലെങ്കിൽ അത് യഥാർത്ഥ വഴിയിലൂടെ സമ്പാദിച്ചതല്ലാത്ത പണമായി കൊണ്ട് ആണ് നമ്മുടെ നാട്ടിലെ സർക്കാർ അതിനെ കാണുകയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ആ സ്വത്ത് കണ്ടുകെട്ടുവാനും നമുക്ക് സ്വത്ത് മൊത്തം നഷ്ടപ്പെടുവാനുമൊക്കെ അത് കാരണമാവുകയും ചെയ്യും. അത്തരം ഘട്ടത്തിൽ ശരീഅത്തിലെ മഖ്സദുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഹിഫാളത്തുൽ മാൽ, ധനസംരക്ഷണം എന്ന നിലക്കു തന്നെ നമുക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ സംഖ്യകളൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വൈറ്റ് മണി ആയിക്കൊണ്ട് തന്നെയാണ്, അഥവാ ഇവിടുത്തെ സോഴ്സുകൾ അറിഞ്ഞുകൊണ്ടുള്ള ധനമായിക്കൊണ്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുക. അങ്ങനെ നമുക്ക് ധനം നിക്ഷേപിക്കുവാനുള്ള അവസരം ബാങ്കുകൾ നൽകുന്നു എന്നതുകൊണ്ട് ധനസംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അത്തരം ബാങ്കുകളിലൊക്കെ നമ്മൾ അക്കൗണ്ടുകൾ തുറക്കാറുള്ളത്. അങ്ങനെ അക്കൗണ്ടുകൾ തുറക്കുമ്പോൾ സ്വാഭാവികമാണ് നമുക്കവർ നൽകുന്ന കുറേ സേവനങ്ങളുണ്ട്. ആ സേവനങ്ങൾ നമ്മുടെ പണം എടുക്കുവാനും അതുപോലെ തന്നെ പണം കൊടുക്കുവാനും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിൽപ്പെട്ടതാണ് ചെക്ക്, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്, നേരത്തെ പറഞ്ഞ ഡെബിറ്റ് കാർഡുകൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ. എന്നാൽ ചില ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡുകൾക്ക് ചില പ്രത്യേകതകളുണ്ടാവും. ആ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഒരു പൈസയും നൽകാതെ, അതല്ലെങ്കിൽ ചിലപ്പോൾ 1 രൂപയോ 2 രൂപയോ ഒക്കെ നൽകി എയർപോർട്ടുകളുടെ ഉള്ളിലുള്ള എയർപോർട്ട് ലോഞ്ചുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ ആണത്, അവിടെ പോയി 1 രൂപക്കോ 2 രൂപക്കോ ഒക്കെ നന്നായി ഭക്ഷണം കഴിക്കുവാനും ആ ലോഞ്ച് ഉപയോഗപ്പെടുത്തുവാനൊക്കെ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലറൂറത്ത്, ഒരു വലിയ ആവശ്യം. അതായത് ലറൂറത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ അൽ ഹാജിയാത്തു തൻസിലു മൻസിലത്തുൽ ലറൂറ എന്ന് പറയുന്ന കായികകളുണ്ട്. ചില ഹാജത്തുകൾ, ചില ആവശ്യങ്ങൾ അത്യാവശ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു അത്യാവശ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന കാര്യമാണ് ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അൽ ലറൂറത്തു യുഖദ്ദറു ബി ഖദരിഹ എന്നാണ് പറയാറുള്ളത്. അതായത് ലറൂറത്ത് എന്ന് പറയുമ്പോൾ എത്രയാണോ അത് ആവശ്യമുള്ളത് അത്രയേ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ATM നിന്ന് പണം സ്വീകരിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ CDM പണം നിക്ഷേപിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ മറ്റു പർച്ചേസുകൾ ചെയ്യുവാൻ വേണ്ടി അത്തരം ഘട്ടങ്ങളിൽ സ്വൈപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ മറ്റു ഈ രൂപത്തിലുള്ള UPI ട്രാൻസാക്ഷൻ പോലെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മുടെ കാർഡുകൾ ഉപയോഗപ്പെടുത്താം. അതല്ലാതെ കാർഡുകൾ നൽകുന്ന ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ആവശ്യത്തിൻ്റെ അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇത്തരം ഈ കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഡെബിറ്റ് കാർഡുകൾ വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുകയില്ല. അതേസമയത്ത് ഒരു ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ ഉള്ള കാർഡുകൾ വെച്ചുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ അത് നടപ്പിലാകുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കുന്നതിന് വിലക്കുമില്ല. കാരണം ഇസ്ലാമിക് ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മുലാറബ പോലെയുള്ള സംവിധാനങ്ങളിലൂടെയും മറ്റുമാണ് ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും ലാഭവിഹിതങ്ങളുമാണ്, മതപരമായിട്ടുള്ള ലാഭവിഹിതങ്ങളുമൊക്കെയാണ് തൻ്റെ ക്ലയൻസിന് ബാങ്ക് നൽകാറുള്ളത് എന്നതുകൊണ്ട് തന്നെ അത്തരം സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള കാർഡുകളും മറ്റും ഉപയോഗിച്ചു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ പ്രശ്നമില്ല. എന്നാൽ കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റത്തിലെ ഡെബിറ്റ് കാർഡുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ലോഞ്ചുകൾ ഉപയോഗപ്പെടുത്തുക എന്നതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.